ഇപ്പൊ കുറെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് പെൺകുട്ടികളെ ഫോട്ടോ എടുക്കുക. അതിലത്തെ മെയിൻ സംഭവം പറഞ്ഞ ആൺകുട്ടികളുടെ എടുക്കൂല, പെൺകുട്ടികളുടെ മാത്രമേ എടുക്കുള്ളൂ. അത് എങ്ങനെയായിരിക്കും? പേരെന്താ ചോദിക്കും, പേര് പറയും. അങ്ങനെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഒരാളാണ്. അതായത് ജസ്റ്റ് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ചോദിക്കും. ആസ് യൂഷ്വൽ ഇല്ല പറയും, ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യും. കാരണം ഇതിന്റെ ഒരു മെയിൻ കാരണം എന്താ, അതായത് ഇതിട്ടാലേ റീച്ച് കയറുള്ളൂ. അതാണ്. ഞാൻ ആലോചിക്കണം എനിക്ക് ശരിക്കും തോന്നി, എനിക്ക് ശരിക്കും ഫീലാവും. കാരണം ഇവർ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവരെ കൂടെ മിക്ക സമയത്ത് വേറൊരു പെൺകുട്ടി ഉണ്ടാവും. ഞാൻ മിക്കപ്പോഴും ശ്രദ്ധിക്കുന്ന സംഭവമാണ്. അതായത് ആ ഒരു പെൺകുട്ടിയുടെ പേഴ്സ്പെക്റ്റീവ് ഞാൻ ചിന്തിക്കും. അതായത് ഒരാൾ ഇതുപോലെ ഇപ്പോൾ ഈയും വേറൊരു ആളും നടന്നു പോയി വിചാരിച്ചോ, ഈ ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ വന്നിട്ട് എൻ്റെ അടുത്തൊന്ന് പറയാം, അല്ല എൻ്റെ കൂടെയുള്ള പെൺകുട്ടിയോട് പറയാം, എൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ, നല്ല കാണാനുള്ള ഭംഗിയുണ്ട്, അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുത്തോട്ടെ. അപ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ എന്നിട്ട് ഈ മാറി നിന്നിട്ട് ഇവർ ഫോട്ടോ എടുക്കണമെന്ന് കണ്ടിട്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്താവും? എൻ്റെ ആ ഒരു കോൺഫിഡൻസും എൻ്റെ എല്ലാതും ഇല്ലാണ്ടായില്ല അവിടെ. രണ്ട് പെൺകുട്ടികളും നീ ഉദ്ദേശിച്ചില്ലേ, രണ്ട് പെൺകുട്ടികളുടെ അടുത്ത് ഒരു പെൺകുട്ടിയോടെ അയാൾ ചോദിക്കുന്നത്, അത് അത്രയ്ക്കും ഭംഗിയുള്ള പെൺകുട്ടി. അതായത് ബേസിക്കലി മറ്റേ പെൺകുട്ടി ഒന്ന് ഡള്ളാവും, അവളെ എടുക്കുന്നില്ല, ഇവളുടെയാണ് എടുക്കുന്നത്. അത്രയും ഒരുമാതിരി ആവൂലത്. ഞാൻ ആലോചിക്കും, മിക്ക കേസുകളിലും അങ്ങനെ തന്നെയാണ്. ഒരു 3 പെൺകുട്ടികൾ നടന്നുകൊണ്ട്, അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ നടന്നുകൊണ്ടാവും. അതിൽ ഏറ്റവും ഭംഗിയുള്ള പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് അപ്രോച്ച് ചെയ്യും, മറ്റു 2 പെൺകുട്ടികളും. പിന്നെ ആ ഫ്രെയിമിലേ ഇല്ല, 2 പെൺകുട്ടികളും ഇല്ല. പിന്നെ ലാസ്റ്റ് ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ ലാസ്റ്റ് എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് മറ്റേ ഈ പെൺകുട്ടി ഫോട്ടോ എടുത്ത് പോയിട്ട് ഭയങ്കര ചിരിച്ച് കളിച്ചിട്ട് നിൽക്കുന്നു, പക്ഷേ ബാക്കി 2 പെൺകുട്ടികളും ഡള്ളായിട്ട് നടന്നു പോകുന്നത്. അത് ആലോചിച്ച് നോക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വലിയൊരു സംഭവം.